അതെ ആഹാ ഇന്നലെ നല്ല ഇടിയുണ്ടായല്ലോ. അപ്പോ ഇടുക്കി കുമ്മിള് എനിക്കല്ല എന്ന് പറയുന്നത് ശരിയല്ലേ? ഇന്നലെ ഒരു ഇടി ഉണ്ടായി. കൊറേ എണിച്ചിട്ടുണ്ടാവല്ലേപ്പാ? കൊറേ എണിച്ചിട്ടുണ്ട്. പറിക്കാനാവാണ്ട് ഇത്ര പറിച്ചിട്ട് വന്നു. അതെ, അത് പറിക്കാനും മെനക്കേടുണ്ട്. ഇത് എത്ര പറിച്ചിട്ട് കൊണ്ടുവന്നാൽ ഈ മുറ നിറച്ചും ഉണ്ടായാങ്കോ ഈ ചട്ടിയില് നല്ല പോലെ വെന്ത് കിട്ടുമ്പോ ഇതില് ഒരര ചട്ടി ആവുള്ളൂ മനെ ഈ കുമ്മിള്, ഇത്ര കുമ്മിള്. പിന്നെ നല്ല ഇത് മുട്ടു കുമ്മിള് നല്ലോണം വിരിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഇത് കിട്ടാമോ കറിക്ക്? ഇന്ന് വറക്കണ്ട, നമുക്ക് കറി വെക്കാം. നല്ല ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് തേങ്ങ വറുത്തരയ്ക്കണോ, നല്ല ചാറ് ഇത്ര കൂട്ടിയാ മതി, നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. നമുക്കിന്ന് അങ്ങനെ ആക്കാം. നമ്മൾ കുറച്ചെല്ലാം കിട്ടുമ്പോ എന്താക്കിയുണ്ടായി, ഒരു തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളക്, കറുവേപ്പില ഇങ്ങനത്തെ ഇട്ടിട്ട് എണ്ണയിൽ വറുത്തോണ്ടുണ്ടായി കുട്ടികൾക്ക്. ഇത് തോനുള്ള കൊണ്ട് നമുക്ക് വാങ്ങാം. ഇതാ ഇതെടുത്തിട്ട് ഇതിൽ മണ്ണുണ്ടാവും, ഇത്ര നുള്ളി കളയാണോ കാണിക്കാം. ഈ മണ്ണുണ്ടല്ലേ, ഇതിനെ ഇങ്ങനെ ഒരു മുട്ട് കൊടുത്തിട്ട് ഇതാ ഇത്ര മാത്രം നുള്ളണം. ഈ മണ്ണ് എതലുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ടുണ്ടാവും. അതിന് മുട്ടിയാല് അത് വീണ് കളയും. ഇത്ര നുള്ളിയാല് ഇതാ ഇത്ര നുള്ളിയാല് ക്ലീനായി. ഇതങ്ങനെ വൃത്തികേടായിട്ടില്ല, നല്ല കുമിള്. ഓക്കെ, ഇങ്ങനെ പാല ഉണ്ടാവും അല്ലേ? ഇത് ഓരോന്നായിട്ട് നിങ്ങൾ പറിച്ച നല്ലതായി ഇവിടെ വൃത്തിയാക്കാന്. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കുമ്പോ ദോശ എനിക്ക് വരുന്ന അങ്ങനെ ഉണ്ടാവും. നോക്ക് എത്ര പാങ്ങുണ്ടെന്ന്. അരിക്കുമ്മിള്, മുട്ടുകുമ്മിള് വേറെ എനിക്കെല്ലാം ഉണ്ട്. അപ്പൊ ഇത് നന്നാക്കിട്ട് കറി വെക്കാം. ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടാല് മതി. ഇതിന് പരിപ്പ് കിരിപ്പ് ഒന്നും വേണ്ട. ഉരുളക്കിഴങ്ങ് വെന്ത പാട് ഇത് കഴുകിയിട്ട് അതിലിടുക. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, തക്കാളി, അതെ, പരിപ്പൊന്നും ഇല്ലാണ്ട് ബാക്കി ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് അരച്ചിട്ട് കൂട്ടിയിട്ട് നല്ലോണം തിളയ്ക്കുമ്പോ നമുക്ക് താളിച്ചിട്ട് ഇറക്കാം. തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ചാൽ നല്ലതാണ്. ഒരു ലേസം വറുത്തിട്ട് നല്ല ഇറച്ചി കൂട്ടേണ്ട മണം ഉണ്ടാവും. അങ്ങനെ ആക്കാം. ഇതിൽ ഒരു കഥയുണ്ട് മോനെ ബാലു. ഏട്ടനോ അനിയനോ ചിലപ്പോ കുറച്ച് വേഗമാവും അല്ലേ? ഒറ്റയ്ക്ക് ആക്കുമ്പോ ഇത് നുള്ളിയിട്ട് വൈകുന്നേരമാവും. പെട്ടെന്നാവും. 2 ആളുണ്ടെങ്കിൽ അങ്ങനെ ഒരു നുള്ളു. അതെ, ഒരു ലേസം മണ്ണ് പോകാൻ മാത്രം. ഇത് മുട്ടൊന്നുമില്ല, എന്താ പറഞ്ഞാല് എതിൽ വിരിഞ്ഞിട്ടില്ലല്ലേ? മുട്ടുള്ള കൊണ്ട് മണ്ണ് കൂടിയിട്ടുണ്ടാവില്ല. എന്നാലും ഞങ്ങൾ കുമ്മിൾ നന്നാക്കുന്ന കൈ തന്നെ വരുന്നുണ്ട്. തീയെല്ലാം ചെറുതിരിക്കുമ്പോ ഒരു ഇത്തര കുമ്മിള് കിട്ടിയാലും നിനക്ക് വലിയ ഇഷ്ടം പറഞ്ഞിട്ട് ഒരു ഇല എടുത്തിട്ട് കാപ്പി ഇലയില് ചുരുട്ടിയിട്ട് മടിയിൽ കെട്ടിക്കൊണ്ട് വരും. അത് ഒരു ഉള്ളിയെല്ലാം ഇട്ട് കുറച്ച് എണ്ണയെല്ലാം വെച്ച് ഒരു മുളക് ഇട്ട് വറുത്ത് കൊടുത്താൽ എനിക്ക് സന്തോഷാവും. അതന്നെ, 1 2 കെട്ടിയാലും കൊണ്ടുവരുന്നല്ലേ. നീ മാത്രം അങ്ങനെ. പിന്നെ നണ്ട് അത്രേ, നണ്ട് കിട്ടിയാല് നണ്ടും അങ്ങനെ. എല്ലാരും പറയും അമ്മ നണ്ട് കിട്ടീന്ന്. നല്ല പൂ പോലെ നമ്മളുടെ
എന്ത് മുല്ലപ്പൂ മുല്ലപ്പൂ ഉണ്ട്. അങ്ങനെ വേട്ടയ്ക്ക് പോയത്. വേട്ടയ്ക്ക് പറഞ്ഞാൽ അതെ ഈ മാണ് പിന്നെ പക്ഷി കാട്ടുപോയി ഇതെല്ലാം അടിച്ചു കൊണ്ടുവരാണ് വേട്ടയ്ക്ക് പോയി. പോന്നവിടെ കാട് നിറച്ചും ഇതായി ഈ കുമ്മിള് എണിച്ചിട്ടുണ്ടായി. അപ്പൊ ഏട്ടൻ എന്ത് പറയും, മോനെ വേട്ട നാനാക്കിയിട്ട് വരാം, ഇതെല്ലാം പറിച്ചിട്ട് ഒരു ചാക്കിലിട്ട് തരുന്നു, ഞാൻ വരുമ്പോഴേക്ക് നീ ചോറാക്കിയിട്ട് ഇത് കറി കൂട്ടാൻ വെക്ക് പറഞ്ഞു. അനിയൻ ഇത് ഏറ്റിക്കൊണ്ടുവന്ന് എല്ലാം നന്നാക്കി ഒരു ഇത്ര വലിയൊരു ചാക്കിൽ നന്നാക്കി കറി ഒരു അണ്ട വെച്ചിട്ട് ചക്കൻ കറി വെച്ച് തോന്നണ്ടല്ലേ. ഇത് എന്തായി, അര അണ്ട കാട്ടി കുറഞ്ഞ് കുറയുമ്പോ ഇതെന്താ ഒരു അണ്ട ഉണ്ടായി ഇപ്പോ പകുതിയും കൂടി ഇല്ലല്ലേ എന്നെല്ലാം പറഞ്ഞ് കറിയെല്ലാം വെച്ച്. ഏട്ടന് എന്തോ വേട്ട കളിച്ചിട്ട് വന്നു. ആടാ കുമ്പിള് കറി ആയേട്ടാ എവിടെ നോക്കുമ്പോ ഇത് ഒരു പകുതി അണ്ടം കൂടി ഇല്ല. എന്താ ഇടാ കുമ്പിളല്ല, നീ ഒറ്റയ്ക്കാ ഇത്രയും തിന്നത്? ഇല്ല ഏട്ടാ അത്രയേ ഉണ്ടായി. കള്ളത്തനം പറയണടാ നീ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഈ വേട്ടയ്ക്ക് കൊണ്ടുപോയ കത്തിലെ അനിയനെ കൊന്നിട്ട് അവൻ പോയി. ഇവൻ പിറ്റേന്ന് പോകുമ്പോ അതേപോലെ കുമ്മിള് എണിച്ച് നിന്നു. ഇവൻ അതെല്ലാം അത്രയേ കുമ്മിള് പറിച്ച് കൊടുന്ന് ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കറി വെക്കാനാണ്, അവനെല്ലാം തിന്നല്ലേ എന്ന് പറഞ്ഞ് ഇവൻ കറി വെച്ച്. കറി വെക്കുമ്പോ ഒരു അണ്ട അത്ര ഉണ്ട് കുമ്മിള് വെന്തിട്ട് ഇവൻ കണ്ട പോലെ ഇന്നലെ എത്ര കണ്ട് അത്രയേ ആയി. അപ്പൊ അവൻ എന്ത് പറഞ്ഞ്, കുമ്മിൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അനിയനെ നോക്കാണ്ടും പിടിക്കാണ്ടും ഞാൻ കൊന്നല്ലേ, ഈ കുമ്മിളും തിന്നുന്നില്ല, ഞാൻ എൻ്റെ ജീവിതത്തിലും ഇരിക്കലാണ്, അതേ കത്തില് എൻ്റെ ജീവവും എടുത്ത്. അങ്ങനെ ഈ കുമ്മിള് പറയുന്നത് ഇത്ര ഉണ്ടായെങ്കോ അതാവും. ആ ക്ലീൻ ആക്കിയിട്ടായി. ഇവിടെ നോക്ക്, നുള്ളി എടുത്തതിൽ ഇത്ര വേസ്റ്റ് ഇത്രയും നുള്ളി എടുക്കണ്. പിന്നെ അതിൽ പറിക്കുമ്പോൾ ഇതെല്ലാം വരുമല്ലേ, അതെല്ലാം കൂടിയിട്ട് ഇത്ര ആയിട്ടുണ്ട്. അതെ ആവുമ്പോ ഇത്ര കാണാൻ പാങ്ങുണ്ട്. നേരത്തെ ഒരു ജാതി കറുപ്പുണ്ടായില്ലേ, ഇപ്പൊ നോക്കി എത്ര ക്ലീൻ കാണുന്നു. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിലേസം വെച്ചിട്ട് കഴുകിയിട്ട് ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്ക് കഴുകിയിട്ട് ഇട്ടാലായി. ഇനി നല്ലതായിട്ട് കഴിക്കണോ? അല്ലേ, നല്ല തോണ വെള്ളത്തില് മണ്ണിലുണ്ടായതല്ലേ, അങ്ങനായിട്ട് ഒന്ന് രണ്ട് മണ്ണുണ്ടായെങ്കിൽ തോണ വെള്ളത്തിൽ കഴുകിയാൽ അത് അടിയിൽ നിൽക്കും. 2-3 ദിവസമായി. അതെ, അത് സായാലും ഒന്നുമില്ല, അതിന്റെ തുണങ്ങെല്ലാം പോയി കളയും. അല്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് കുറച്ച് നേരം അതിൽ തിളപ്പിച്ച വെള്ളത്തിൽ താഴെ ഇറക്കി വെച്ചിട്ട് ഇടണം ചുണങ്ങ് പോകാന്ന്. ഇതിപ്പോ പോയിട്ടുണ്ടാവും, ബാടിയല്ലേ, അതിനെ കൊണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ മുറിച്ചിട്ട് ഉപ്പിലിട്ടാൽ മതി. അതെ, അതെന്ത് പുളിയുമ്മ? ചെറുപുളി. ചെറുപുളി ഇങ്ങനെ ഉണ്ട്, ബഡ് പുളി ഉണ്ട് ഇങ്ങനെ കുറച്ച് സൈസ് പറഞ്ഞത്. ആ ആ പിഞ്ചായിരിക്കും അല്ലേ. മതി, ഇതൊരു ബോട്ടില് ഇട്ടാൽ മതി. വറുത്തിട്ട് ഒരു മുറി ഇടാം. ആ മതി, ഇത്ര ഇട്ടാൽ. ഉരുളക്കിഴങ്ങ് എടുത്തിന് ഈ വെളുത്തുള്ളിയും കറിക്ക് അരയ്ക്കാൻ ഇടൂ, ജീരകം ഇടൂ, ഈ 2 ഉള്ളിയും ഇടൂ, പിന്നെ തേങ്ങ വറുത്തിട്ട് അതും ഇടൂ, മല്ലിപ്പൊടിയും മുളക് ചൂടാക്കിയിട്ട് അതും ഇടും. ഇത് സാമ്പാർക്ക് ഇടുന്നങ്ങനെ കട്ടാക്കിയിട്ട് അതിലേ ഇടൂല, മുറിച്ചിട്ട് ഇത് അരച്ചിടണം. തക്കാളിയും
പിന്നെ എടുത്തിട്ടില്ല തക്കാളി എടുക്കണം അത്ര തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം അരച്ചിട്ട് തേങ്ങേൻ്റെ ഒപ്പം മുളക് അരയ്ക്കുമ്പോൾ നമുക്ക് ഇടാം. രണ്ട് തക്കാളി കഴിക്കോളാം, പിന്നെ ഉരുളക്കിഴങ്ങനെ കഴിക്കോളാം. കഴുകിട്ട് വേറെ ചട്ടിക്ക് മുറിച്ച് അതെ ഇങ്ങനെ മുറിച്ചിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങ്. ഇത് ആദ്യം നമുക്ക് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ വറുക്കാം. ആ ഇത്ര വേണം വറുത്തരക്കണം. വെച്ചിട്ട് അത് വറുക്കാം അല്ലേ. പിന്നെ അരക്കാൻ ഇതെല്ലാം കട്ടാക്കാം. ഇത്ര വെള്ളം വെക്കാം. ചട്ടി വെച്ചിന് ഇതാ ഇത്ര എണ്ണ വെക്കാം. അധികം വേണ്ട, താളിക്കുമല്ലേ അത്ര. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ തക്കാളി എല്ലാം മുറിക്കട്ടെ. ചെറുങ്ങനെ മുറിക്കാമോ? ഉള്ളി അങ്ങനെ മുറിക്കട്ടെ. ഉള്ളി കുറച്ച് ചെറുതാക്കിട്ടോ, കട്ടിയല്ലേ. വേറെ വെച്ച് താളിക്കല്ലേ അപ്പിടാം. നമ്മൾ നാട്ടിറച്ചിക്കെല്ലാം ആയാൽ കറി നിറം വരണം. ഇത് ഇതിനായതിന് ഒരു മണം വരാൻ ഇത്ര ചൂടാക്കിയത് കയ്യാൽ മതി. ഇറക്കാല്ലേ. മരം പണിക്ക് പോയോടെ കുറച്ച് ഇത് കിട്ടി. എന്ത് പറയണ അതിന്? മലയാളത്തിൽ സാമ്പ്രാണിന്നാ? ധൂപയാ സാമ്പ്രാണിയാ? മരത്തുനിന്ന് ഇതെല്ലാം കണ്ട പോലീസ് പിടിക്കുക. എന്താ ഇതെല്ലാം എടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് റൂൾസ് ഉണ്ട്. എന്നാല് ഇത് നല്ല കുട്ടികൾക്കെല്ലാം നമ്മൾ പുക കൊടുക്കാണ്. ഈ മരത്തിൽ സ്വന്തമായിട്ട് കിട്ടുന്നല്ലേ, ഈ ഉണ്ടാക്കുന്നതിന്റെ കാട്ടി സ്വന്തമായിട്ട് ഇത് മരത്തിൽ വരുന്ന സാമ്പ്രാണി മരത്തിൽ. ഇത് മരത്തിലേ വന്നത് അങ്ങനെ. അത് നല്ല മുളക് വറുക്കാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാക്കാം. അത് ചൂടാക്കിയിട്ട് ഒരു ഇത്ര ജീരകം, മഞ്ഞപ്പൊടി ഇതെല്ലാം വറക്കൊന്നും ഇല്ലപ്പ, അങ്ങനെ ഇട്ടാൽ മതി. അധികം മല്ലി വേണ്ട. ഇനി അതിലേക്ക് തന്നെ അതെ ഇതാ ഇത്ര മതി, അധികം വേണ്ട. ഇത്ര പറഞ്ഞാൽ അമ്മ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇല്ല, 1.5 സ്പൂൺ. 1.5 സ്പൂൺ ഇട്ടിന്. അത് 1 സ്പൂൺ ഇത് മല്ലി. ഇത് തേങ്ങയിലേക്ക് തന്നെ നമ്മൾക്ക് വറുത്തിട്ട് അതിലേക്ക് കൊടുക്കാം. ഇതാ ഇങ്ങനെ ആയാലും മതി. ഇന്ന് അമ്മന്റെ കൈ രുചി നോക്കാം. കുമ്പള കറി
അതെ അതെ കുറേ കാലമായി അമ്മ കറി വെക്കണ്ട്. അതെ ഗീതയെ കറി വെക്കണേ, പിന്നെ അവിടെ തന്നെ കറി വെക്കണേ. അതെ ചെറുത് പെൺകുട്ടികൾ പറഞ്ഞ പിന്നെ അടുക്കളക്ക് പോലും കുറവാ. കുറേ കാലമായി അമ്മന്റെ കൈ രുചി തിന്നിട്ട് അതെ ഇന്ന് നോക്കണം. നോക്കി പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടാവുക എന്താ പറഞ്ഞിട്ട് ഇന്ന് നോക്കാം. എന്റെ പേരക്കുട്ടികൾ പറയൂ അമ്മ രസം വെക്ക്, അമ്മ ഇന്ന് കറി വെക്ക്, പിന്നെ ഇപ്പോഴും അമ്മ അതെ അത് ആരെ വന്നിട്ട് കറി വെച്ചാലും അമ്മന്റെ ആ ചെറുതിൽ തിന്ന ആ ടേസ്റ്റ് ഇനി നാവില്ല. അങ്ങനെ കുട്ടികളെ എല്ലാം അങ്ങനെയാ പറയുക. പേരക്കുട്ടികളും പറയൂ അങ്ങനെ അമ്മ കറി വെക്കുന്ന്. ജീരകോ ഇത്ര ഇതാ ലേശം ഇട്ടാലും ആവും. മഞ്ഞപ്പൊടി എത്ര സ്പൂണാമോ? ഇതാ ഇത്ര മതി. മഞ്ഞപ്പൊടി കളർ കപ്പ ഇതാ അത്ര ഒരു ലേശം ഇടാ. ഇതാ തേങ്ങയും മല്ലിപ്പൊടിയെല്ലാം ഉണ്ടല്ലേ, അതിൽ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇത് കൂട്ടി അരക്കണം രുചി കിട്ടണമെങ്കിൽ. നമ്മളുടെ ഇത് ഞങ്ങ കല്ലിലിറക്കി ഞങ്ങൾ എന്താക്കും അറിയുമല്ലോ, ലാസ്റ്റിക്ക് തക്കാളി ഇട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് അരക്കുള്ളൂ. ഇത് ജാറാവുമ്പോ ഒന്നിച്ചിട്ട് വേഗം നൈസാവല്ലേ, അതിന് വേണ്ടിയിട്ട് ഒന്നിച്ചിടല്. താളിക്കുമ്പോ ഈ പച്ചമുളക് ഇടാം. നമുക്ക് ഇറക്കാനാവുമ്പോ ഇത് കുറച്ച് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് മല്ലിച്ചപ്പ് ഇടാം. അങ്ങനെ നമുക്കിത് ജാറിൽ കൊട്ടിയിട്ട് നമുക്ക് ഇതിനെ ഉരുളക്കിഴങ്ങ അളവുള്ളു വെന്തിന് നമുക്ക് ഇതിനെ കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ മയക്കാക്കുന്നവർക്ക് കുമ്പള് കാട്ടിലെല്ലാം കിട്ടുന്നത് നമുക്ക് ഈ ഇറച്ചിനെ കാട്ടി വലിയ സന്തോഷം. ഇറച്ചി പറഞ്ഞാല് പൈസ കൊടുത്തിട്ട് കൊണ്ടുവരാം. കുമ്മിൾ നമുക്ക് അതിൽ പോയിട്ട് കുമ്മിൾ കൊണ്ടുപോകാൻ പറയുമ്പോ കിട്ടുള്ളൂ അല്ലേ, നമുക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അത് ഇപ്പൊ എത്ര ഉണ്ടായല്ലേ, ഇപ്പൊ നോക്ക് അടങ്ങി ഉള്ളിലേക്ക് പോയിട്ട് നേരത്തെ കഥ പറഞ്ഞത് നേര് ചട്ടി നിറച്ചുണ്ടായി. ആ കുറച്ച് നല്ല ഒരു കുമ്മിളിന്റെ വേറെ മണം വരുന്നുണ്ട്. അതെ ഇതാ കണ്ട ചട്ടിന്റെ അടിയിൽ പോയി. എത്ര വേണം? കുറച്ച് മതിയാ? കഴുകിയിട്ട് കൊടുന്നിട്ട് വെക്കാം. ഇത് എന്ത് പറഞ്ഞാല് ബസ് പോണ റോഡല്ലേ, അതിന്റെ ഇപ്പൊ നമുക്ക് മസാല ഒഴിക്കാം. നല്ല നൈസായിട്ട് അരച്ചിന് ഇപ്പൊ ഒഴിക്കാം. കറിയല്ല കുറച്ച് വെള്ളമായിട്ട് ഉണ്ടായാങ്കു ഒഴിച്ചിട്ട് വെയ്ക്കാൻ നല്ല ഉണ്ടാവും. കട്ടി ഉണ്ടായെങ്കിൽ ഭാര്യ തിന്നണം. അങ്ങനെയാ. ഇനി ഇപ്പൊ എത്ര ഇട്ട് ഇനി കുറച്ചിടാം. പിന്നെ നോക്കിട്ടോ. ആ അതെ പിന്നെ രണ്ടാമത്തെ ഇത്ര ഇട്ടുണ്ട്. ഇനി വെക്കാം. നല്ല തിളച്ച പിന്നെ ഇറക്കുമ്പോ നമുക്ക് താളിക്കാം. അമ്മ വേറെ ഒരു കറിയാക്കുമ്പോ ചിരിച്ചോണ്ടും വാക്ക് പറഞ്ഞോണ്ടും ഉണ്ട്. ഇന്ന് ഫുള്ള് അമ്മ സീരിയസ് ആയിട്ട് കറിയാക്കിയുണ്ട്. അതല്ല അന്ന് പറഞ്ഞാല് പെണ്ണുണ്ടായെങ്കിൽ പോകില്ലായിരുന്നു. പെണ്ണ് ഒരു പണിക്ക് പോകുന്നുണ്ടല്ലേ, അപ്പൊ ഇത് കൊടുന്നിട്ട് അങ്ങനെ കാത്തിരിക്കണ്ട നമുക്ക്. അതെപ്പാ ഇനി ഇത് തിളക്കട്ടെ. ഇതൊന്നും നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടീഷനായിരുന്നു. ഇനി താളിക്കാനും കൂടി ഉണ്ട്. ഉപ്പല്ല അളവൂലുണ്ട്. അതെ അതെ അതെ
ആ നല്ല കുമ്മളുടെ മണം വരുന്നു. അതെ, ഉപ്പുള്ള കണ്ടീഷൻ അല്ലേ? സൂപ്പ് വേണോ? അതെ, കറി സൂപ്പറായി. ആ ആ അതല്ലേ, അതെ, പച്ച മണം ഉണ്ടാവില്ല. എണ്ണ ഒഴിക്കാം, കുറച്ച് കല്ല് കഴിക്കട്ടെ. കറുവേപ്പില, ഇനി മല്ലിച്ചപ്പ് കഴുകിയിട്ട് ചെറുങ്ങനെ മുറിച്ച് വെച്ചത് അതിൻ്റെ മേലെ ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ ഇതൊരു മണത്തിന് വെക്കിയാലായി. കറി റെഡി. കറി റെഡി. 1 നമ്പർ കറി റെഡി ആയിന്. കുമിള് കെട്ടിയാൽ കുട്ടികളെ നിങ്ങളും അതേപോലെ ആക്കണോ? അമ്മാക്കിയത് കണ്ടല്ലേ, അതേപോലെ നിങ്ങളും ആക്കി പാങ്ങുണ്ടാവും. അല്ല അത് ನಾನು ಕರಿ ರುಚಿ ಆಯ್ವನ ಅದೇ ರುಚಿ ನೋಕಿ ಬನ್ನ ಬಾಯಿಲ್ ಒಲ್ಲ ಬಂದು ಕುಂಬಳ ಕರಿ ತಂದ ನಾನು ಅದೇ ചോറ് വയ്ക്കട്ടെ. കറി ഒഴിക്കുന്ന മോൻ വെച്ച് നോക്കിയിട്ട് പറ കേട്ടാ. ആ അപ്പോൾ ഒന്ന് കുമ്പള കറിയിൽ നിന്ന് ടേസ്റ്റ് നോക്കട്ടെ. അമ്മൻ്റെ കറി എങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ. അടിപൊളിയാണ് ഇതാ കുമ്പള്. ചൂട് ചൂട് കറിയും ഈ മയക്ക് കുമ്പള കറിയും അടിപൊളി. അത് തേങ്ങ വറുത്തരച്ചിട്ട് അമ്മ പാങ്ങൽ കറിയും വെച്ച് ചോറ് വെച്ച് നല്ല അങ്ങനെ കറി കുറേ കാലമായി കൂട്ടുണ്ടല്ലോ. അതെ കൂട്ടി നോക്കണം. അതെ എനിക്ക് വറുക്കൽ വേണമല്ലോ മുറിച്ച്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി സബ്സ്ക്രൈബ്. അതെ ബൈ ബൈ.